ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ലീനിയർ പെയറും അതേപോലെ വെർട്ടിക്കൽ ആംഗിൾസും എന്താ നോക്കാം. ആദ്യം നമുക്ക് ലീനിയർ പെയർ എന്താ നോക്കാം. ഞാനിവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ലൈൻ എ ബി. ഈ ലൈനിനെ വേറൊരു ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്തു. സി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ലൈൻ. ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ആംഗിൾസ് കിട്ടും. എ സി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആംഗിളും കിട്ടും. അതേപോലെ ഡി സി ബി എന്ന് പറഞ്ഞിട്ട് വേറൊരു ആംഗിളും കിട്ടും. ഈ രണ്ട് ആംഗിളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും കിട്ടുക. ആംഗിൾ എ സി ഡി പ്ലസ് ആംഗിൾ ഡി സി ബി. ഈ രണ്ട് ആംഗിളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും കിട്ടുക. അപ്പോൾ ഈ രണ്ട് ആംഗിളിനെയും പറയുന്നതാണ് ലീനിയർ പെയർ അഥവാ രേഖീയ ജോഡികൾ. അപ്പോൾ ലീനിയർ പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈനിനെ വേറൊരു ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ രണ്ട് ആംഗിൾസ് കിട്ടും. ഈ രണ്ട് ആംഗിൾസും അഡ്ജസൻ്റ് ആംഗിൾസ് ആയിരിക്കും. ആ രണ്ട് ആംഗിൾസിനാണ് ലീനിയർ പെയർ എന്ന് പറയുന്നത്. ഇവിടെ 1ഉം 2 ആണ് ലീനിയർ പെയർസ്. അത് രണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. ലീനിയർ പെയറിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഫസ്റ്റ് പ്രത്യേകത, രണ്ടും ആംഗിളുകളും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും കിട്ടുക. രണ്ടാമത്തെ പ്രത്യേകതയാണ് ഒരു കോമൺ വെർട്ടെക്സും ഒരു കോമൺ ആമും ഉണ്ടായിരിക്കും. കോമൺ വെർട്ടെക്സ് എന്ന് പറയുന്നത് ഇവിടെയാണ് രണ്ട് ആംഗിളിൻ്റെയും കോമൺ ആം ഈ സി ഡി ആണ്. ഈ 1ഉം 2ഉം ആംഗിളിൻ്റെയും കോമൺ ആം സി ഡി ആണ്. അതേപോലെ രണ്ട് നോൺ കോമൺ സൈഡ്സും കൂടിയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഫോം ചെയ്യും. ഈ 1 എന്ന് പറയുന്ന ആംഗിളിൻ്റെ നോൺ കോമൺ ആമാണ് ഈ എ സി എന്ന് പറയുന്നത്. 2 എന്ന് പറയുന്ന ആംഗിളിൻ്റെ നോൺ കോമൺ ആമാണ് ഈ സി ബി എന്ന് പറയുന്നത്. ഈ രണ്ട് നോൺ കോമൺ ആംസും കൂടിയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഫോം ചെയ്യും. ഇതൊക്കെയാണ് ലീനിയർ പെയർസിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് ഈ 1 എന്ന് പറയുന്ന ആംഗിൾ 100 ഡിഗ്രി ആണെങ്കിൽ 2 എന്ന് പറയുന്ന ആംഗിളിൻ്റെ മെഷർമെൻറ്റ് എത്രയാണ് നോക്കാം. രണ്ട് ആംഗിളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോൾ ആംഗിൾ 2 എന്ന് പറയുന്നത് 180 മൈനസ് 100 ആയിരിക്കും. അപ്പോൾ 80 ഡിഗ്രി. അപ്പോൾ ഇത് 80 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ലീനിയർ പെയറിൽ ഒരു ആംഗിൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ആംഗിൾ കണ്ടുപിടിക്കാം. 180ന്ന് ആ ആംഗിൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താ നോക്കാം. രണ്ട് ലൈൻസ് ക്രോസ് ചെയ്യുമ്പോൾ അതിൻ്റെ വെർട്ടെക്സിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന രണ്ട് ആംഗിൾസിനെയാണ് ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത്. ആ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇവിടെ ലൈൻ എ ബിയും അതേപോലെ ലൈൻ സി ഡിയും ക്രോസ് ചെയ്യുമ്പോൾ ഈ വെർട്ടെക്സ് എന്ന് പറയുന്നത് ഈ സെൻറ്ററിലുള്ള കോർണറിനെയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന രണ്ട് ആംഗിൾസ്, ഈ രണ്ട് ആംഗിൾസും സെയിം ആയിരിക്കും. അതേപോലെ അടുത്ത പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസും സെയിം ആയിരിക്കും. ഇപ്പോൾ ഇത് 80 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളും 80 ഡിഗ്രി ആയിരിക്കും. അടുത്ത പെയറിൽ ഇത് 100 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളും 100 ഡിഗ്രി ആയിരിക്കും. ഇനി ഓപ്പോസിറ്റ് ആംഗിൾസിന് സെയിം വെർട്ടെക്സ് ആയിരിക്കും. അതേപോലെ ആ രണ്ട് ആംഗിൾസും സെയിം ആയിരിക്കും. ലൈൻസ് ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. ആംഗിൾ എ ഒ സി 120 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ബാക്കിയുള്ള ആംഗിൾസൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഈ എ ബി എന്ന് പറയുന്ന ലൈനും അതേപോലെ സി ഡി എന്ന് പറയുന്ന ലൈനും ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആയിരിക്കും. അപ്പോൾ ഈ 120യുടെ ഓപ്പോസിറ്റ് ആംഗിളായ ഈ ആംഗിൾ ബി ഒ ഡി, ഈ ആംഗിളും 120 ഡിഗ്രി ആയിരിക്കും. ഇനി ഈ സി ഡി എന്ന് പറയുന്ന ലൈനിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ലൈനാണ് ഒ എ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ആംഗിളും ആംഗിൾ ഡി ഒ എ, ഈ ആംഗിളും ആംഗിൾ എ ഒ സി, ഈ ആംഗിളും ലീനിയർ പെയറാണ്. അപ്പോൾ ഈ രണ്ട് ആംഗിളുകളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും കിട്ടുക. അപ്പോൾ ഈ ആംഗിൾ 180 മൈനസ് 120 ഡിഗ്രിയാണ്. അപ്പോൾ ആൻസർ 60 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണ് ആംഗിൾസ് കണ്ടുപിടിക്കുന്നത്.